ഇംഗ്ലീഷ് ഫണ്ടിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്ക് രണ്ടാമത്തെ യൂണിറ്റിലെ ആദ്യത്തെ ലെസൺ എന്താണെന്ന് നോക്കാം. Here is an anecdote about a girl and her doll. The German writer Franz Kafka plays an important role in it. It has also appeared in his biography. Here is an anecdote. Anecdote means a short story. ഇതൊരു ഷോർട്ട് സ്റ്റോറിയാണ്. About a girl and her doll. ഒരു പെൺകുട്ടിയും ആ പെൺകുട്ടിയുടെ ഒരു പാവയും അവർ രണ്ടുപേരുമുള്ള ഒരു ഷോർട്ട് സ്റ്റോറിയാണിത്. The German writer Franz Kafka plays an important role in it. ജർമ്മൻ റൈറ്ററായ ഫ്രാൻസ് കാഫ്ക എന്ന് പറയുന്ന ആൾ ഇതിലൊരു പ്രധാന റോൾ വഹിക്കുന്നുണ്ട്. ഇറ്റ് ഹാസ് ഓൾസോ അപ്പിയർഡ് ഇൻ ഹിസ് ബയോഗ്രഫി. ഈ സ്റ്റോറി അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് സ്റ്റോറിയിലേക്ക് പോകാം. എ ഡോൾസ് ജേർണി, ഒരു പാവയുടെ യാത്ര. ഇറ്റ് വാസ് എ സാറ്റർഡേ ആഫ്റ്റർനൂൺ. കാഫ്ക വാസ് വാക്കിംഗ് ത്രൂ എ പാർക്ക് ഇൻ ബെർലിൻ. He met a girl who was crying because she had lost her favorite doll. Kafka joined her in searching for the doll unsuccessfully. He consoled her. He also promised her that he would meet her the next day to continue looking for the doll. The next day they met at the park in the evening. ആദ്യത്തെ പാരഗ്രാഫിൻ്റെ എക്സ്പ്ലനേഷനിലേക്ക് കടക്കാം. ഇറ്റ് വാസ് എ സാറ്റർഡേ ആഫ്റ്റർനൂൺ. ഇതൊരു ശനിയാഴ്ച ഉച്ച കഴിഞ്ഞ സമയമായിരുന്നു. കാഫ്ക വാസ് വാക്കിംഗ് ത്രൂ എ പാർക്ക് ഇൻ ബെർലിൻ. ഫ്രാൻസ് കാഫ്ക, ജർമ്മൻ റൈറ്ററായ ഫ്രാൻസ് കാഫ്ക പാർക്കിലൂടെ നടക്കുകയായിരുന്നു. ബെർലിനിലെ പാർക്ക്, ബെർലിൻ എന്ന് പറയുന്നത് ഒരു പ്ലേസ് ആണ്. അവിടെ ഒരു പാർക്കിലൂടെ നടക്കുകയായിരുന്നു. He met a girl who was crying because she had lost her favorite doll. അദ്ദേഹം ഒരു പെൺകുട്ടി കരയുന്നത് കാണാനിടയായി. അവളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട പാവയെ നഷ്ടപ്പെട്ടു പോയി. അതിനാണ് ആ പെൺകുട്ടി കരയുന്നത്. കാഫ്ക joined her in searching for the doll unsuccessfully. കാഫ്ക അവളോടൊപ്പം ചേർന്ന് ആ പാവയ്ക്ക് വേണ്ടി തിരയാൻ തുടങ്ങി. പക്ഷേ ആ പാവയെ കണ്ടുകിട്ടിയില്ല. He consoled her. Consoled means comforted. അദ്ദേഹം അവളെ ആശ്വസിപ്പിച്ചു. He also promised her that he would meet her the next day to continue looking for the doll. അദ്ദേഹം അവൾക്ക് ഒരു പ്രോമിസ് നൽകി, ഒരു വാഗ്ദാനം നൽകി. That he would meet her the next day to continue looking for the doll. ആ പെൺകുട്ടിയോടൊപ്പം ചേർന്ന് അടുത്ത ദിവസം ആ പാവയ്ക്ക് വേണ്ടി തിരച്ചിൽ നടത്താമെന്നൊരു ഉറപ്പ് നൽകി അദ്ദേഹം. The next day they met at the park in the evening. അടുത്ത ദിവസം വൈകുന്നേരം അവർ ആ പാർക്കിൽ വീണ്ടും കണ്ടുമുട്ടി. അടുത്ത പാരഗ്രാഫ് അടുത്ത ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക.